ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ അവതരിപ്പിച്ച വീഡിയോയിൽ നിങ്ങൾ നിങ്ങളെ എത്രത്തോളം പ്രണയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ നിങ്ങളെയും പ്രണയിക്കുക എന്ന് പറഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ പ്രണയത്തിന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ അളവുകോലുമായി വളരെയധികം ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു രോഗസൗഖ്യം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രോഗസൗഖ്യത്തിൻ്റെ അളവും തീരുമാനിക്കപ്പെടുക. നിങ്ങൾ നിങ്ങളെ 25% മാത്രമാണ് പ്രണയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രോഗസൗഖ്യവും 25% മാത്രമായിരിക്കും. നിങ്ങൾ നിങ്ങളെ 50% പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗസൗഖ്യവും 50% നിങ്ങൾ നിങ്ങളെ 100% പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗസൗഖ്യം 100% ഉണ്ടാകും. ഇത് പറഞ്ഞതുകൊണ്ട് രോഗത്തിന് വേണ്ട ചികിത്സകളൊന്നും വേണ്ട എന്നോ മരുന്നുകൾ വേണ്ട എന്നോ ഞാൻ അർത്ഥമാക്കുന്നില്ല. പക്ഷെ അവയുടെ ഫലപ്രാപ്തി പോലും നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരം, അതും ഈ അളവുകോലുമായിട്ട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് എത്രത്തോളമാണ്, നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുന്നത് എത്രത്തോളമാണ്, അതിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും എത്രത്തോളം സാക്ഷാത്കരിക്കും എന്നത് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെ പ്രണയിക്കുന്നതിൽ അല്പം പോലും പിശുക്ക് കാട്ടരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഈ പ്രണയം, ഈ സ്വയം പ്രണയം വളരെ അനിവാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.